പെൻഷനായി ലഭിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. അത് 100 രൂപ കൂടെ കൂട്ടി 2000 രൂപയാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ വാർത്തയോട് ഏത് രീതിയിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചത് എന്നത് നോക്കേണ്ടതുണ്ട്. മന്ത്രി തീർച്ചയായും തോൽവി അനക്കാണ് നേരിടാൻ പോകുന്നത്, ആരാണ് അതിന്റെ വിഖ്യാതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ജനങ്ങൾ നിരന്തരം കാണുന്നുണ്ട്. നമ്മളതിൽ ഏറ്റവും ജനകീയ തരത്തിലുള്ള കാര്യമായ രാഷ്ട്രീയ ഈ ക്ഷേമ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ജനകീയ പദ്ധതി ജനവഴിക്ക് സംഭവമാണ്. നമ്മുടെ തിരുപ്പൂർ ഇലക്ഷന്റെ സമയത്തായിരുന്നു കെ.പി. വേണുഗോപാൽ പറഞ്ഞത് ഈ പെൻഷൻ എന്ന് പറയുന്നത് കൈക്കൂലിയാണ് എന്ന് പറയുന്നു. എന്നാലും അത്തരത്തിലുള്ള വിദ്യാർത്ഥി ആർക്കാണ് എന്നുള്ളത് ഇപ്പോൾ പ്രദേശത്തെ വാർത്തകളിലൂടെ തന്നെ വ്യക്തമാവുകയാണ്. കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ്. എന്നാലും എന്തൊക്കെ ക്ഷേമ പദ്ധതികൾ ചെയ്താലും എന്തൊക്കെ വികസനം നാടിന് നൽകിയാലും ശരി, അതൊക്കെ ഇടംപോലിടാൻ മാത്രമേ കോൺഗ്രസ് കഴിയുന്നുള്ളൂ. അത് തന്നെയാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത്. ഏതായാലും ബി.ജെ.പിയുടെ നിലപാട് എന്താണ്, യഥാർത്ഥമായുള്ള ബി.ജെ.പിയുടെ നിലപാട് എന്താണ് എന്ന് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചിരുന്നു. ബി.ജെ.പി അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പക്ഷെ അക്കാര്യത്തിലൊരു നിലപാട് പറയാനോ ബി.ജെ.പിയുടെ ഒരു മൊഴികൾ കണ്ട് കൃത്യമായി വ്യക്തമാക്കാനോ രാജീവ് ചന്ദ്രശേഖരൻ തയ്യാറായില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ നേടാനും അദ്ദേഹം പറഞ്ഞു. അത് എനിക്ക് personally രണ്ട് ബഹുമാനമുണ്ട്. ഞാൻ നന്നായിട്ട് അറിയും, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പറഞ്ഞു ഏത് കോൺടാക്ട് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കും. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ഒരു സംഭവമില്ല, ഒരു പ്രോബ്ലമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ ബി.ജെ.പി അണികൾക്കൊക്കെ ആ സങ്കടവും പ്രശ്നവും പ്രോബ്ലവും ഒക്കെ ഉണ്ട്. ഇന്നലെയായിരുന്നു നേരെ പത്മകുമാറാണ് എൽ.എസ്.എസിന്റെ നിലപാടിനെ കുറിച്ച് സുകുമാരനായ ആഗോള അയ്യപ്പ ബന്ധപ്പെട്ട നിലപാടുകളെ കുറിച്ചൊക്കെ മുതിർന്ന ബി.ജെ.പി നേതാവ് കൂടെ പത്മകുമാറൊക്കെ പറഞ്ഞത്. അപ്പോൾ ബി.ജെ.പി പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്, പ്രശ്നമുണ്ട്, സംശയമുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സീറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുമ്പോൾ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സ്ഥാപനം വിജയിപ്പിക്കാൻ നോക്കുമ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുണ്ടാകുന്ന ഇത്തരം ഇടപെടലുകൾ അതിനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലായാലും കോർ കമ്മിറ്റിയിലായാലും സാധാരണ ബി.ജെ.പി പ്രവർത്തകരിലായാലും രാജീവ് ചന്ദ്രശേഖരന്റെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരാനുള്ളൊരു കാരണവും. ഈ എതിർപ്പിന്റെ കാര്യത്തിനകത്ത് ഡിവിഷൻ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് അപ്പോൾ പി.എസ്. ഇസ്ലാമിന്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് എപ്പോഴും സൗഹൃദം ഉണ്ട് എന്ന് പറയുന്നത് അതിലൊപ്പം തന്നെ അവരുടെ തന്നെ ഒരു രക്ഷാത്മക വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്. അതായത് സൗഹൃദങ്ങൾ കുറിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. അതായത് സുകുമാരനായരെ കാണാൻ പോകുക എന്നൊരു ചോദ്യം അതായത് അവിടെ നിലനിൽക്കുന്നത് എന്നതാണ്. അതായത് സ്ഥലം എന്താണ് പറഞ്ഞത് നോക്കാം. നിലപാട് സ്വീകരിച്ചത് പറഞ്ഞിട്ടില്ല. അവര് ആഗോള അയ്യപ്പ പങ്കെടുത്തത് ശരിയാണ്. അതിനുശേഷം പോകാൻ വേണ്ടി അതിനകത്ത് ജനതയുടെ പ്രധാനവും ഞങ്ങളിപ്പോഴും സമത്വ സിദ്ധാന്തത്തിൽ തന്നെയാണ് എന്നൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ഇത്തരം സംഘടനകളെ അവരുടെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും നടത്തുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുമായി യോജിപ്പ് അതിന് നേതാക്കന്മാരും സഹകരിക്കാറുണ്ട്. ആ കാര്യങ്ങൾ തുടരുക തന്നെ ചെയ്യും. സുകുമാരനായ പറഞ്ഞ സമദൂരത്തെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. പൂർവ്വം വിവേകരം സമദൂരത്തിലേക്ക് എഴുതൂരമാണോ എന്നത് പിന്തുടരുന്ന നിലപാട് ഉറപ്പിലെത്തുമെന്ന് സുകുമാരനായ പറഞ്ഞിട്ടുള്ളത് കേൾക്കാൻ വിവേകരം വിട്ടുപോയി തോന്നുന്നു. പുതിയതായി വാർത്തകളിൽ വരുന്നത് സംസ്ഥാനം പ്രാദേശിക ജില്ലയാകാര്യത്തിൽ വാർത്തകളൊക്കെ നടക്കാൻ കാരണം നമുക്കറിയാം. ഈ വാർത്തകൂട്ടത്തിൽ ലൈംഗിക ആരോപണം നേരിട്ടതിനെ തുടർന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാജിവെച്ചിരുന്നു. രാജിവെച്ചിട്ട് 1 മാസത്തോളം ആകാനായി വന്നത്. പക്ഷെ ഇപ്പോഴും ഒരു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താൻ കോൺഗ്രസിനും കഴിയുന്നില്ല
പരസ്യമായിട്ട് പ്രതിരോധത്തിലേക്ക് വരെ വരേണ്ട സാഹചര്യം ഉണ്ട് മുന്നറിയിപ്പ് നൽകുന്നൊരു കാര്യം കൂടി രൂക്ഷമായ ചർച്ചകളാണ് സംഘടനക്കുള്ളിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ രാജ്യത്തെ 1.5 മാസമായിട്ടും പുതിയ പ്രശ്നങ്ങളെ ചർച്ചയായിട്ടില്ല. വൈസ് പ്രസിഡന്റായ അമിത് വർഗീയെ പ്രസിഡന്റാക്കുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ രോഗിയായ അമിത് വർഗീയെ പ്രസിഡന്റാക്കില്ല എന്ന വാർത്തയിലാണ് VD സതീശൻ. ഇതേ തുടർന്നാണ് വിനോദ് തുള്ളിയിൽ കെ അഭിജിത്ത്, ജനീഷ് എന്നിവരുടെ പേരുകളും വിവിധ നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അമിത് വർഗീക്ക് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ഐ ഗ്രൂപ്പ്. മെറിറ്റും പ്രായവും മാനദണ്ഡമാക്കിയാണ് സേവനമെന്നാണ് ഐ ഗ്രൂപ്പ് നിലപാട്. പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ശക്തമായ ശിക്ഷ ഉയർത്തും. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പരസ്യ പ്രതികരണം നടത്താനും ഐ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി മണ്ഡലതല ഭാരവാഹികൾക്ക് ഉൾപ്പെട്ടിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചു. അഭിനന്ദനങ്ങളുടെ ഫോട്ടോ ഡീപിയാക്കിയാണ് പുതിയ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ VD സതീശനും KC വേണുഗോപാലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വിനോദ് തുള്ളിയിൽ, ജനീഷ്, കെ അഭിജിത്ത് എന്നിവരെ നേതാക്കളെ പെട്ടുപിടുത്തക്കാരെന്ന് പരിഗണിക്കുന്ന പോസ്റ്ററുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. പോസ്റ്ററുകളുടെ സ്ക്രീൻഷോട്ട് കയറി ലഭിച്ചു. ഐ ഗ്രൂപ്പുകാരായ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ പുതിയ വാർത്തകളുണ്ട്. അഭിവാദികളുടെ നാടായ പിറവത്തെ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകളിലും സൈബർ ആക്രമണ ആഹ്വാനമുണ്ട്. കോഴിക്കോട് ഏതായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരുമെന്നുള്ളത് വലിയ രീതിയിലുള്ള തലവേദനയാണ്. കോൺഗ്രസിന്റെ അടുത്ത തലവേദന